ആണോ? അണ്ണൻ നേരത്തെ ക്യാമറയുടെ എഡിറ്റിങ്ങും പരിപാടിയായിട്ട് നടന്നതല്ലേ? ഇപ്പം അണ്ണൻ ഈ ജോലി ചെയ്തതിന് എന്തെങ്കിലും വിഷമമുണ്ടോ? എടാ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാകുക, അത് നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. എൻ്റെ ലൈഫിലും എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. അത് ഒരുപാട് വലുതായത് കൊണ്ട് തന്നെ എനിക്ക് അവിടേക്ക് എത്താനായിട്ട് ഒരുപാട് ടൈമുണ്ട്. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നു ചേരുന്നുണ്ട്. സോ ഞാനൊരു പ്രശ്നത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ സീറോയിൽ നിന്ന് തന്നെ തുടങ്ങിയത്. എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൻ്റെ ആദ്യത്തെ പടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേണം. അതിന് ഞാനൊരു ടൈം പീരീഡും കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഈ 0 ടു ഈ ലക്ഷ്യം അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തേക്കണ ഒരു ടൈമുണ്ട്. ആ ടൈമിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പല ജോലികൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, ചിലപ്പോൾ എന്തൊക്കെ വരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. പിന്നെ ഈ ജോലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ രണ്ട് രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, അയ്യോ എന്താ എനിക്ക് ഈ പ്രശ്നങ്ങൾ, ഞാൻ എന്ത് ചെയ്തിട്ടും റെഡിയാകുന്നില്ലല്ലോ, മടുത്ത് ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സോ ഇത് നിർത്താം, ഇനി എന്നെക്കൊണ്ട് വയ്യ. സോ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക്. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റായിട്ട് പോകും. നമുക്കത് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് പുറകോട്ട് പോകേണ്ടി വരും. മറിച്ച് നമുക്ക് വരുന്ന പ്രോബ്ലംസിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് വേറൊരു രീതിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് വരുന്ന പ്രോബ്ലംസിൽ എല്ലാം ഒരു നല്ലതുണ്ടാവും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ, പക്ഷേ ആ നല്ലതാരും ചിന്തിക്കാറില്ല. സോ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നല്ലതാണ്. ആ നല്ലത് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ വന്നു, അതിലെനിക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്. സോ അങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പ്രോബ്ലംസ് എടുക്കണതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് വളരെ രസകരമായിട്ടും എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഭയങ്കര നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, നമുക്ക് ഈ ഇപ്പോൾ വന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ എന്നൊക്കെ പറയല്ലേ, അതുപോലെ നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും നല്ലതാണ്. അത് ചിന്തിക്കേണ്ട രീതി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡ് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വരുന്ന പ്രോബ്ലംസൊക്കെ ഇങ്ങനെ എടുക്കണതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെ ആദ്യത്തെ പടിയിലേക്ക് എത്താൻ കൊടുത്ത ടൈമിന് ഒരുപാട് മുന്നേ തന്നെ ഞാനിപ്പോൾ എൻ്റെ ലക്ഷ്യത്തിൻ്റെ അടുത്തെത്തിയേക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഫോട്ടോഗ്രാഫി, എഡിറ്റിങ്, ഈ ഒരു ജോലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല സാലറിയും നല്ല സെറ്റപ്പൊക്കെ എന്താണ് പറയുക, നല്ല രീതിക്ക് പോകാൻ പറ്റുന്നൊരു ജോലിയാണ്. സോ അതിൽ ഞാൻ സേഫ് ആകുമെന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു. സോ അതിൽ സേഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ആ സേഫ് സോണിൽ തന്നെ കിടന്ന് കളിക്കും. ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിൻ്റെ പുറകെ ഓടുകയാണെങ്കിൽ നമ്മൾ സേഫ് സോണിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. സ്വാഭാവികമായിട്ടും അത് ഡ്രോപ്പ് ചെയ്തു. അത് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്താ, നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മുന്നോട്ട് എങ്ങനെ പോകും, അത് സ്വാഭാവികമായിട്ടുള്ള ചിന്തയാണ്. ഭക്ഷണം കഴിക്കണമല്ലോ, നമുക്ക് ജീവിക്കണം, മുന്നോട്ട് പോകണം, വേറെ വകുപ്പൊന്നുമില്ല. പിന്നെ നാട്ടിൽ പിന്നെ ഇത് ഡ്രോപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. നാട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി എനിക്കറിയാൻ പോലെ നാട്ടിൽ ഇത് ചെയ്യാറുള്ള. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അപ്പം വേണ്ട എനിക്കുണ്ടായിരുന്നൊരു ടാസ്ക് ഇതാണ്: എനിക്ക് നാട്ടിൽ നിൽക്കണം, രാവിലെ പോയിട്ട് വൈകിട്ട് വരാൻ പറ്റണം. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ടാസ്ക്. സോ ഈ ജോലിയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് ബെനിഫിറ്റായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒരു 8:50 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ചോറ് കഴിക്കുക, വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് മറ്റേ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നൊക്കെ പറയുന്ന പോലെ 1000 രൂപ നമുക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും ഞാൻ ഡബിൾ ഹാപ്പിയാണ് ഈ ജോലിക്ക് വരുമ്പോഴത്തേക്ക്. സോ എൻ്റെ ആവശ്യം എന്താണോ അതിൻ്റെ ഇരട്ടി എനിക്ക് ഈ ജോലിയിൽ നിന്ന് കിട്ടി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി എന്താ പറയുക, എനിക്ക് ഈ ജോലി ചെയ്യണതുകൊണ്ട് സന്തോഷമാണ്, അല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ
നമുക്ക് വരുന്ന 95% പ്രോബ്ലംസും നമ്മൾ ഉണ്ടാക്കി വെക്കണതാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് കിട്ടുന്നത്. ബാക്കി 5% മാത്രമേ ഉള്ളൂ നമുക്ക് പുറത്തുനിന്ന് വന്ന് ചേരുന്നത്. ബാക്കിയുള്ള 95% നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന പ്രോബ്ലംസാണ്. അത് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള തടസ്സങ്ങൾ മാത്രമാണ്. അതങ്ങനെ കാണുക, മുന്നോട്ട് പോവുക. പിന്നെ ഈ ഒരു ജോലിയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ നേരത്തെ എൻ്റെ ലൈഫും ഇപ്പോഴത്തെ എൻ്റെ ലൈഫും വെച്ചിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. സോ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറയാം. സോ എന്താണെങ്കിലും ഞാൻ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഹാപ്പിയാണ്.